ഹേ ഓൾ, സോ കുസാറ്റ് എക്സാമിനേഷന് 2024 അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു സൈറ്റ് എൻ്റർ ചെയ്തിട്ട് സെർച്ച് അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിലിരുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കുസാറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ കുറച്ച് ടൈം എടുക്കും, കാരണം ഇപ്പോൾ ഒരുപാട് പേര് നോക്കുകയാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പേജ് ഓപ്പൺ ആവും. ഈ പേജിൻ്റെ ടോപ്പിലുള്ള ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിനും പാസ്വേഡിനും ചോദിക്കും. നിങ്ങളത് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തപ്പം കൊടുത്ത ഇമെയിൽ അഡ്രസ്സും പാസ്വേഡുമാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടിയിൽ അതിൻ്റെ പാസ്വേഡ് ഫിൽ ചെയ്തതിന് ശേഷം ക്യാപ്ച ഫിൽ ചെയ്തിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ലോഗിൻ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്രൂവ് ആണ് അപ്രൂവ്ഡ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താ എറർ ഉണ്ടെങ്കിൽ അത് പറയും. ഓക്കെ, ഇനി നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ നമ്മളിതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് സൂമിൻ ചെയ്യാം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ആപ്ലിക്കൻ്റ് പാസ്വേഡും കൊടുക്കാൻ പറയും. ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്തപ്പോഴുള്ള രജിസ്ട്രേഷൻ നമ്പറാണ്. ആപ്ലിക്കൻ്റ് പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതായത് ഒന്നുമില്ലാണ്ട് ഹൈഫണോ സ്ലാഷോ ഒന്നും ഇല്ലാണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഫോർ എക്സാമ്പിൾ 1 ജാനുവരി 2005 ആണെങ്കിൽ 01012005 അങ്ങനെ അടിക്കാം. ഓക്കെ, സോ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അത് കഴിഞ്ഞാലാണ് നിങ്ങൾ നിങ്ങളുടെ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇപ്പം പാസ്വേഡ് എൻ്റർ ചെയ്യുക, അതിനുശേഷം ക്യാപ്ച അടിച്ചതിന് ശേഷം ലോഗിൻ അടിക്കുക. സോ ലോഗിൻ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾഡ് പാസ്വേഡ് അവിടെ അടിച്ചിട്ടുണ്ടാവും. ഇനി ന്യൂ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 8 ഡിജിറ്റ് സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, നമ്പർ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഒരു ക്യാപിറ്റൽ ലെറ്ററുള്ള ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം. അത് ഒന്ന് റീടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച അടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ചേഞ്ച് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും, പാസ്വേഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ആ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എൻ്റർ ചെയ്താൽ ചിലപ്പം പറയും നിങ്ങൾ വേറെ സ്ഥലത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്വൈസ് എൻ്റർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എൻ്റർ ചെയ്തപ്പോൾ നിങ്ങളിപ്പോൾ ഡ്രോപ്പ് ഡൗൺ മെസ്സേജ് വന്നത് എന്താണ്, എ യൂസർ വാസ് ഓൾറെഡി ലോഗ്ഡ് ഇൻ ദിസ് ഫോം. സോ നിങ്ങൾ ഒന്നും കൂടിയും രജിസ്ട്രേഷൻ നമ്പറും പുതിയ പാസ്വേഡും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ക്യാപ്ച അടിച്ചാൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണിക്കും. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, കാൻഡിഡേറ്റ് നെയിം, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്. അതിൻ്റെ ഓൾ എന്നുള്ള സെക്ഷനിൽ അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏതിനാണോ കൊടുത്തത് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ സെൻറ്റർ എവിടെയാണെന്ന് കിട്ടും. അവിടെ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഫുള്ളായിട്ട് കിട്ടും. ഇതിലെ ഇൻസ്ട്രക്ഷൻസൊക്കെ ക്ലിയർ ആയിട്ട് വായിക്കുക, സെൻറ്റർ എവിടെയാണെന്ന് നോക്കാം. അതിനുശേഷം ഡ്രൈവിൽ ടോപ്പ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി ഇങ്ങനത്തെ ഒരുപാട് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതും ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.